അപ്പോൾ ഫൈനലി നമുക്ക് ആദ്യമായിട്ട് ലാങ്ഷെറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ. അപ്പോൾ ഈ കാണുന്നത് ലാങ്ഷെറ്റിൻ്റെ മരമാണ്. ഈ ലാങ്ഷെറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ലാൻസിയം ഡൊമസ്റ്റിക്കം കൊറിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ജനസ് ലാൻസിയം ജനസിൽ പെടുന്ന ഒരു ചെടിയാണിത്. ചെടിയല്ല, മരം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലാങ്ഷെറ്റ്. അപ്പോൾ ഈ ഫ്രൂട്ടിന് പല റീജിയൻസിലും പല കൺട്രീസിലും പല പേരുകളാണ് ഇതിനുള്ളത്. ഇംഗ്ലീഷിൽ ഇതിനെ ലാങ്സെറ്റ്, ലാങ്സോൺസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫിലിപ്പിനോയിൽ ഇതിനെ ലാങ്സോൺസ്, ബുവാഹൻ എന്ന് പറയുന്നുണ്ട്. ഇന്തോനേഷ്യൻ മലൈ റീജിയൻസിൽ ഡൂക്കു, കൊക്കോസാൻ, ലാങ്സെറ്റ് എന്ന് പറയുന്നുണ്ട്. തായിൽ ലോങ്കോങ് ലാങ്സെറ്റ് എന്ന് പറയുന്നുണ്ട്. വിയറ്റ്നാമീസിൽ ഇതിന് പറയുന്നത് ബോൺ എന്നാണ്. സിംഹള ഭാഷയിൽ, അതായത് ശ്രീലങ്കയിൽ ഗാഡുഗുഡ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. സ്പാനിഷ് പോർച്ചുഗീസിൽ ലാങ്സോൺ, ആർബോൾ ഡി ലാൻസ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അങ്ങനെ പല ഭാഷകളിലും പല പേരുകളാണ് ഈ ഫ്രൂട്ടിനുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഫ്രൂട്ടിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു റൗണ്ട് ടു ഓവൽ ഷേപ്ഡ് ഫ്രൂട്ടാണ്. അപ്പോൾ 2 ഷേപ്പിൽ ഇതുണ്ടാവാം. ഇതിൻ്റെ അകത്ത് തന്നെ 2 ഷേപ്പിലുള്ളതുണ്ട്. 2 to 7 സെൻറ്റിമീറ്റർ വരെ ഡയമീറ്ററിലാണ് ഈ ഫ്രൂട്ട് ഉള്ളത്. പിന്നെ സ്കിൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ലെതറി ഫിനിഷുള്ളൊരു സ്കിന്നാണ് ഇതിനുള്ളത്. നല്ല ലെതറിൽ ടച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ടു ഗോൾഡൻ ബ്രൗൺ കളറിലാണ്. ഇപ്പോൾ ഇവിടെ പെയിൽ യെല്ലോ കളറിലാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ സ്കിൻ വളരെ തിന്നായിട്ടുള്ള സ്കിന്നുണ്ട്, ചിലപ്പോൾ ചില തിക്കായിട്ടുള്ള സ്കിന്നുണ്ട്. ഇവിടെ നല്ല തിന്നായിട്ട് നല്ല ലെതറി ഫിനിഷ് ടച്ച് ആയിട്ടുള്ള സ്കിന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കണതിൻ്റെ അകത്തുള്ളത്. ഇത് കൊലകൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. ഓരോ ഫ്രൂട്ടിലും 1 to 3 സീഡ്സ് വരെയാണ് ഇതിനുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് സെഗ്മെൻറ്റഡ് പാർട്ടായിട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു ഫ്രൂട്ടിൽ തന്നെ 5 to 6 ലോബ്സ് ഉണ്ടാവും. ലോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലികൾ. അപ്പോൾ തായ് ലോങ്കോങ് വെറൈറ്റീസിൽ ചിലതിൽ സീഡ്സ് ഇല്ലാത്ത വെറൈറ്റീസ് ഉണ്ട്. അത് ഡയറക്റ്റ്ലി കൺസ്യൂമബിൾ ആണ്. അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഒരു ന്യൂട്രിയൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ സി, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, നിയാസിൻ അതായത് B3, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ജനറലി ഇതൊരു മലേഷ്യൻ നേറ്റീവ് ഫ്രൂട്ടാണ്. അതുകൂടാതെ നമുക്ക് തായ്ലാൻഡിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സുമാത്ര, ജാവ, ബോർണിയോ, ഇന്തോനേഷ്യയിലുള്ള സുമാത്ര, ജാവ, ബോർണിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫിലിപ്പൈൻസിലുള്ള ലൂസോൺ, മിൻഡാനാവോ, കാമിഗുൻ എന്നീ റീജിയൻസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സുലാവേസി, പിന്നെ സണ്ട ഐലൻഡ്സ് ആ റീജിയൻസിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിവിടെ കേരളത്തിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ ഇഷ്ടമാതിരി കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രൂട്ടിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. അത് ഡൈജഷനും ഗട്ട് ഹെൽത്തിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി, ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നിയാസിൻ, റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞ 2 കോമ്പണൻറ്റ് ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും പിന്നെ മൈഗ്രെയിൻ്റെ റിസ്ക്കൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു ലോ ഫാറ്റ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇത് വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ മരത്തിൻ്റെ പല പാർട്സുകളും ട്രഡീഷണൽ മെഡിസിൻസിനായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ട്രഡീഷണൽ മെഡിസിൻസിനായിട്ട് യൂസ് ചെയ്ത് പോരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പീൽ, അതായത് ഫ്രൂട്ടിൻ്റെ തൊലി ഉണക്കി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകുകൾ വരില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ തൊലി ഡയറിയയ്ക്കും പിന്നെ വിരയ്ക്കെതിരെയും യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സീഡ്സ്, ഇതിൻ്റെ കായ ഭയങ്കര കയ്പുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സീഡ്സ് ക്രഷ് ചെയ്ത് പനിക്കും ഡീവേമിങ്ങിനും യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡീവേമിംഗ് എന്ന് പറയുമ്പോൾ എഗെയിൻ വരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മരത്തൊലി വെച്ചുണ്ടാക്കുന്ന ഒരു തരം മരുന്ന് മലേറിയയ്ക്കും ഡിസെൻട്രിക്കും എതിരെ യൂസ് ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട്. അത് പിന്നെയും സ്കോർപ്പിയോൺ ബൈറ്റ്സിന്, അതായത് സ്കോർപ്പിയോൺ സ്റ്റിങ്സിന്, തേള് കൊത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും ഇത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയുടെ ചാറ് ഐ ഡ്രോപ്സിനായിട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഐ ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട്. ഒക്കെയാണ് ഈ പ്ലാന്റിൻ്റെ, ഈ ട്രീയുടെ മെഡിസിനൽ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോക്സിസിറ്റിയിലേക്ക് വരാം. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ലാൻസിയം ആസിഡ് എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ്, അത് കൂടുതലായിട്ടും ഈ മരത്തൊലിയിലും പിന്നെ ഇതിൻ്റെ ആ പഴത്തിൻ്റെ തൊണ്ടിലുമാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. അത് ആരോയ്ക്കുള്ള, പണ്ടത്തെ ആൾക്കാർ ആരോയ്ക്കുള്ള പോയിസൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിൻ്റെ കായ
ചായ വളരെ ബിറ്ററാണ്, ഭയങ്കര അതിൻ്റെ അകത്ത് ബിറ്റർ ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അത് കൺസംഷൻ ഡയറക്റ്റ് കൺസംഷന് നല്ലതായിരിക്കില്ല. മെയിനായിട്ട് ഇതിൻ്റെ ടോക്സിറ്റി ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് ഇത് ടോക്സിക് ആവുന്നത്. ഒരു കൺസംഷൻ രീതിയിൽ ഇത് ടോക്സിക് ആയിട്ട് പറയപ്പെടുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു പ്ലാൻ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡിലാണെങ്കിൽ ഒരു 30 മീറ്റർ വരെ വരും. പക്ഷേ കൾട്ടിവേറ്റഡ് ലാൻഡ്സിൽ ഇതൊരു പകുതിക്ക് വരെ ഒരു 10 to 15 മീറ്റർ വരെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു ട്രങ്ക് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും, മൾട്ടിപ്പിൾ ബ്രാഞ്ചസോട് കൂടിയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാം, ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ ലീവ്സ് വളരെ വലുതായിരിക്കും, നമ്മുടെ കൊക്കോയുടെ ഒക്കെ ലീവ്സ് പോലെ തന്നെ വലുതായിരിക്കും. പക്ഷേ നല്ല തിക്കായിരിക്കും, നല്ല ഗ്ലോസി ഫിനിഷ് ആയിരിക്കും ലീവ്സിനുള്ളത്. പിന്നെ ഫ്ലവേഴ്സ് ചെറിയ യെല്ലോയിഷ് വൈറ്റ് ചെറിയ ഫ്ലവേഴ്സാണുള്ളത്. അത് ട്രങ്കിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് ഈ ഫ്രൂട്ടും ട്രങ്കിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് പറയുകയാണെങ്കിൽ വളരെ സ്ലോ ഗ്രോയിങ് ആണ്. സീഡ്സ് വെച്ചിട്ട് ഉണ്ടാകുന്ന മരങ്ങൾ 12 to 20 വർഷം എടുക്കും ഫ്രൂട്ട് വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ അൾട്രാ ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയൻസ്, ഹ്യൂമിഡായിട്ട് ലോ ലാൻഡ് റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള റീജിയൻസിലാണ് ഇത് കൂടുതലും വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത് വളരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് പൊട്ടും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ട് ഇത് പൊട്ടും. സോയിൽ എന്ന് പറയുമ്പോഴേക്കും സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് റിച്ച് ഓർഗാനിക് മാറ്ററിൽ ഉള്ള സോയിലായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. റെയിൻഫാൾ ഒരു 1400 to 2200 mm റെയിൻഫാളാണ് ഇതിന് അഡിക്വേറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ മഴ പെയ്യുന്ന ടൈമിലായിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഷെയ്ഡ് ഒരു പാർഷ്യൽ ഷെയ്ഡ് പ്രിഫേർഡ് ആണ്. ഒരു ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല. പ്രൊപ്പഗേഷൻ ബേസിക്കലി സീഡ്സ്, ഗ്രാഫ്റ്റിങ്, എയർ ലെയറിംഗ് ഒക്കെ വഴി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെതറി ഫിനിഷുള്ള തൊലി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ലാറ്റക്സ് ഫോമാറ്റിൽ ചെറിയ ഒരു കവറിങ് കൂടി ഉണ്ട്. ഇത് അത്യാവശ്യം വേരുപിടുത്തം ഉള്ളതുകൊണ്ട് തന്നെ റീഫോറസ്ട്രേഷനും പിന്നെ സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി, പോളിനേഷൻ, ആഗ്രോ ഫോറസ്ട്രിക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയിലേക്ക് വരാം. ഈ ഫ്രൂട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലികൾ ഒരു 5 to 6 അല്ലികളാണുള്ളത്. ചില ഫ്രൂട്ടിന് കുരുക്കൾ ഉണ്ടാവില്ല, ചില ഫ്രൂട്ടിന് 1 ചിലപ്പോൾ 3 കുരു വരെ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവന്നിരിക്കുന്ന ഒരു കുരു ആണ് കൂടുതൽ കണ്ടുവന്നിരിക്കുന്നത്. ചിലതിൻ്റെ അകത്ത് കുരു ഇല്ല, പക്ഷേ കുരുവിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു ഏരിയയിലായിട്ട് നടുഭാഗത്തായിട്ട് ചെറിയൊരു കയ്പ്പ് ഉണ്ട് ഇതിന്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ജനറിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്വീറ്റ്, ടാങ്കി, പിന്നെ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ല ജെല്ലി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് ഫ്ലഷ് ആണ് ഇതിനുള്ളത്. നമ്മുടെ നാട്ടിലത്തെ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബബ്ലൂസ് നാരങ്ങയുടെ ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു റിലേഷൻ ഇതിൻ്റെ ടേസ്റ്റിനുണ്ട്. വളരെ യുണീക്കായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൂടാതെ തന്നെ ഇതിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ കായ കഴിക്കരുത്, കായ കഴിക്കാൻ നല്ലതല്ല, നല്ല കയ്പ്പാണ് കായയ്ക്ക്. ഇതിൻ്റെ അത് ഒരു ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് കായ കിട്ടിയിട്ടുണ്ട്. കായയ്ക്ക് നല്ല പച്ച കളറാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ കായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പിസ്തയുടെ ഒരു കളറാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. മറ്റേ ഫ്ലഷ് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ കായയ്ക്ക് അത്യാവശ്യം നല്ല കയ്പ്പാണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരുപാട് പഴുക്കണയ്ക്ക് മുമ്പ് പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പശയും ഉണ്ട്, നമുക്ക് കയ്യിലൊക്കെ ഒട്ടണമായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുന്ന നല്ലൊരു ആഡ് ഓൺ ആണ് ഈ ഫ്രൂട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.